അമേരിക്കയിൽ ഒരു തവണ തോൽവി ഏറ്റുവാങ്ങിയ പ്രസിഡന്റ് വീണ്ടും അധികാരത്തിലേറുന്നത് 127 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ കലുഷിതമായ വർത്തമാനകാല ലോക രാഷ്ട്രീയം ട്രംപിന്റെ തിരിച്ചുവരവിനെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ആദ്യം അമേരിക്ക എന്ന പ്രഖ്യാപനത്തോടെയാണ് ട്രംപ് അമേരിക്കൻ ഭരണത്തിന്റെ സാരഥ്യമേറ്റെടുത്തത്. സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിലെ കുതിച്ചുചാട്ടം, രാജ്യസുരക്ഷ, അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന വിദേശനയം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാണ് ഇത്തവണയും ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. കുടിയേറ്റ പ്രശ്നവും ദേശീയ സുരക്ഷയും സുപ്രധാന വിഷയമായി അമേരിക്കൻ ജനത പരിഗണിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടി വരും. പെൻസിൽവാനിയ, മിഷിഗൺ, വിസ്കോൺസിൻ, അരിസോണ തുടങ്ങിയ പ്രധാന സ്വിംഗ് സ്റ്റേറ്റുകളിലെ വിജയങ്ങളാണ് ഇത്തവണ ട്രംപിന്റെ വിജയത്തിൽ നിർണായകമായത്. ഒരു വർഷത്തിലധികം നീണ്ട നടപടിക്രമങ്ങൾക്ക് ഒടുവിലാണ് യുഎസിന്റെ 47ാമത് പ്രസിഡന്റായി ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2016 മുതൽ ട്രംപ് അമേരിക്കയിൽ ഭരണത്തിലേറിയത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധി ജോ ബൈഡനോട് പരാജയപ്പെടുകയായിരുന്ന ട്രംപ് ഇത്തവണ 270 ഇലക്ടറൽ വോട്ടുകൾ അനായാസം മറികടന്നാണ് ജോ ബൈഡന് പകരം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ച കമല ഹാരിസിനെ തോൽപ്പിച്ച് വീണ്ടും വൈറ്റ് ഹൌസിലെത്തുന്നത്. ഇനി അമേരിക്കയുടെ സുവർണ കാലഘട്ടമെന്നാണ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പാം ബീച്ച് കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അമേരിക്ക അഭിമുഖീകരിക്കുന്ന ആഭ്യന്തര ഭീഷണികളെക്കുറിച്ചും അദ്ദേഹം അവധാനപൂർവ്വം ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കും എന്ന പ്രസ്താവന അന്ന് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. സിഐഎയും FBI-യും പെന്റഗണും സൈനിക വ്യവസായ സമുച്ചയവും ഫെഡറൽ സർക്കാരിലെ പ്രധാനികളും വ്യവസായ സാമ്പത്തിക രംഗങ്ങളിലെ വരേണ്യരുമടങ്ങുന്ന നിഗൂഢമായ ഒരു സമാന്തര സംഘമാണ് അമേരിക്കയുടെ യഥാർത്ഥ ഭരണം കൈയാളുന്നതെന്ന ആക്ഷേപം അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഈ പ്രസ്താവന. ലോകരാജ്യങ്ങളിലെ സുശക്ത ഭരണകൂടങ്ങളെയെല്ലാം ആസൂത്രിതമായി അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്ന ഗൂഢസംഘങ്ങൾക്കേറ്റ പ്രഹരം കൂടിയാണ് ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെയും ഇപ്പോൾ അമേരിക്കയിൽ അധികാരാരോഹണങ്ങൾ. യുക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ പലസ്തീൻ സംഘർഷവും അവിരാമം തുടർന്നുകൊണ്ടിരിക്കെ അമേരിക്കയിലെ അധികാരമാറ്റത്തിന് അന്തർദേശീയ മാനങ്ങളേറെയുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുപ്പം പുലർത്തുന്ന ട്രംപ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയും ആഗോള ഭീകരവാദത്തിനെതിരെയും നടത്തിയ കുരിശുയുദ്ധങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമെന്ന് കരുതാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ 2 തവണ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രസിഡന്റ് പദവിയിൽ വീണ്ടും എത്തുന്ന ട്രംപിന്റെ പുതിയ നയ നടപടികൾ എന്തൊക്കെയാവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കോവിഡിന്റെ ഭീതിയൊഴിയും മുൻപ് നടന്ന 2020-ലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ ഭരണനിർവഹണത്തിലും നയപരിപാടികളിലും മാറ്റത്തിന് വഴി തുറന്നേക്കാം. അമേരിക്കൻ സമ്പദ്ഘടനയെ മാന്ദ്യത്തിൽ നിന്ന് കരകയറ്റുകയെന്ന വെല്ലുവിളിയും പുതിയ പ്രസിഡന്റിന് മുന്നിലുണ്ട്. വീണ്ടും പ്രസിഡന്റായാൽ ഇന്ത്യയുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് 2 വർഷം മുമ്പ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം ഇന്ത്യക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ വലുതാണ്. ട്രംപിന്റെ വിജയവാർത്തകൾക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിലുണ്ടായ കുതിച്ചുചാട്ടം ഇത്തരമൊരു പ്രത്യാശയുടെ പ്രതിഫലനം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് പുലർത്തുന്ന വ്യക്തിപരമായ അടുപ്പം ഇന്ത്യൻ അമേരിക്കൻ ബന്ധത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന് തന്നെ കരുതാം. ട്രംപിന് ആശംസകൾ നേർന്ന് ആദ്യമെത്തിയ ലോക നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 2019-ൽ നടന്ന ഹൌഡി മോദി പരിപാടിയും 2020-ൽ നടന്ന നമസ്തേ ട്രംപ് പരിപാടിയും മോദി ട്രംപ് സൗഹൃദത്തിന്റെ നേർചിത്രങ്ങളായിരുന്നു. ഹൌഡി മോദി പരിപാടിയിൽ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നടപടികളെ ലോകസമക്ഷം തുറന്നെതിർക്കാൻ ഇന്ത്യയോടൊപ്പം ട്രംപ് മുന്നിൽ നിന്നേക്കാം. 2017 ജൂൺ 1 നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ വെച്ച് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിയിരുന്നു എന്നത് പരിഗണിക്കപ്പെടേണ്ടതാണ്. മുമ്പ് ട്രംപിന്റെ ഭരണകാലത്തെ ആയുധ കരാറുകളും ജപ്പാനും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന ക്വാഡ് മുതലായ സംരംഭങ്ങളിലൂടെ വളർത്തിയ സൈനിക സഹകരണവും ഇനിയും തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാലാവസ്ഥാ നയത്തിന്റെ കാര്യത്തിൽ പാരീസ് കരാറിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റം ഉണ്ടാക്കിയ പോരായ്മകൾ ആവർത്തിക്കപ്പെടില്ലെന്നാണ് പ്രതീക്ഷ.